നക്ഷത്ര താഴ്വരയിലെ പെൺകുട്ടികൾ ട്രെയിനിന് വേഗം വെച്ച് തുടങ്ങിയിരുന്നു. ബോട്ടിൽ നിന്നൊരു കവിൾ വെള്ളം കുടിച്ച് ആനന്ദ് പുറത്തെ കണ്ണുകൾ പായിച്ചു. സൂര്യകാന്തി പാടമാണ് ഇരുവശത്തും. ആനന്ദ് ഇന്ത്യയിലെ പ്രശസ്തമായൊരു പത്രത്തിലെ റിപ്പോർട്ടറാണ്. കൂടെയുള്ള റിപ്പോർട്ടർ നിത പറഞ്ഞാണ് നക്ഷത്ര താഴ്വരയെക്കുറിച്ച് കേൾക്കുന്നത്. നിതയുടെ വാക്കിൽ പറഞ്ഞാൽ ഭൂമിയിലെ സ്വർഗം. യഥാർത്ഥ പേര് വേറെ എന്തോ ആണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും അത് നക്ഷത്ര താഴ്വരയാണ്. കടുകുപാടങ്ങളും സൂര്യകാന്തിത്തോട്ടവും ബന്ദിപ്പൂക്കളും തുടങ്ങി അവിടെ വിളയാത്തതൊന്നുമില്ല. പക്ഷേ അവിടേക്കൊരു പത്രത്തിനോ ചാനലിനോ പ്രവേശനമില്ല. ഒരാളും ആ നാടിനെക്കുറിച്ച് അധികം കേട്ടിട്ടില്ല. കള്ളം പറഞ്ഞ് ന്യൂസ് പിടിക്കാൻ പോയ ഒരാളും തിരിച്ച് ജീവനോടെ വന്നിട്ടുമില്ല. പക്ഷേ എവിടുന്നൊക്കെയോ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അവിടുത്തെ പെൺകുട്ടികൾ ശരിക്കും അപ്സരസുകളാണ്, സൗന്ദര്യവതികൾ. അവരാണ് അവിടുത്തെ ഭാഗ്യവും. ആ താഴ്വരയെക്കുറിച്ച് റിപ്പോർട്ട് കിട്ടിയ MD നിന്നെ സീനിയർ റിപ്പോർട്ടറാക്കാനും മടിക്കില്ല എന്ന് പറഞ്ഞ് കണ്ണിറുക്കി കാട്ടി അവൾ നടന്നു. എൻ്റെ കൂടെ ഒരു ജീവിതത്തിനാവും അവളുടെ ഈ ശ്രമം. പാവം, അവൾക്കറിയില്ലല്ലോ വേറൊരാൾ കിട്ടുന്നവരെയുള്ള എൻ്റെ ഒരു ടൈം പാസ് മാത്രമാണ് അവളെന്ന്. എന്തായാലും നക്ഷത്ര താഴ്വര തനിക്കൊരു ഹരമായി. ആരും കൊണ്ടുവരാത്ത ആ രഹസ്യം കൊണ്ടായിരിക്കും ഈ ആനന്ദിൻ്റെ മടക്കം. അതിനാണ് ഈ യാത്ര നക്ഷത്ര താഴ്വരയിലേക്ക്. കൂടുതൽ ആലോചിച്ചപ്പോഴാണോ പർവേഷിൻ്റെ മുഖം ഓർമ്മ വന്നത്. പുതുതായി വന്ന പ്രൊഫസറുടെ നക്ഷത്ര താഴ്വരയിലെ വാസി എന്ന ആശ്ചര്യ ചോദ്യത്തിന് മുമ്പിൽ മുഖം മങ്ങിയവൻ. എന്തിനാണോ താഴ്വരയുടെ രഹസ്യമെന്ന് ചോദിച്ചതിന് മറുപടിയായി ആ കോളേജ് വിട്ട് പോയവൻ. അന്ന് അതിശയം തോന്നിയിരുന്നു. ലാസ്റ്റ് ഇയർ അവൻ കാട്ടിയ മണ്ടത്തരമോർത്ത്. അവൻ്റെ അതിഥിയായി കടന്നു ചെല്ലാൻ നക്ഷത്രഭൂമിയിലേക്ക് ആ രഹസ്യം തേടി. അടുത്ത സ്റ്റേഷനാണ് ഇറങ്ങേണ്ടത്. മനോഹരമായ ഒരു കൊച്ചു സ്റ്റേഷൻ. സ്ഥലത്തിൻ്റെ പേരുണ്ടെങ്കിലും നക്ഷത്ര താഴ്വര എന്നും ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒരു വല്ലാത്ത സുഗന്ധം വരുന്നുണ്ട് ഇവിടെ എത്തിയപ്പോൾ മുതൽ. ഒരുപാട് പേരറിയ പൂക്കളുടെയോ കസ്തൂരിയുടെയോ മണം, മത്ത് പിടിപ്പിക്കുന്ന സുഗന്ധം. ചുറ്റും പേരറിയാത്ത ഒരുപാട് വൃക്ഷങ്ങളും ചെടികളും പൂത്തുലഞ്ഞു നിൽക്കുന്നു. അതാ ആനന്ദ് നടന്നു തുടങ്ങി. പർവേഷിനെ അവൻ്റെ കൃഷിത്തോട്ടത്തിൽ വെച്ച് തന്നെ കണ്ടുപിടിച്ചു. അതുവരെ 1000 കണ്ണുകൾ തന്നെ പിന്തുടരുന്നത് താൻ അറിയുന്നുണ്ടായിരുന്നു. ആരോടും പറഞ്ഞില്ല റിപ്പോർട്ടറാണെന്ന്. തന്നെ കണ്ടപ്പോൾ പർവേഷിൻ്റെ മുഖം മങ്ങുന്ന കണ്ടെങ്കിലും മനഃപൂർവ്വം അവഗണിച്ചു. തനിക്ക് വേണ്ടത് ഇവിടുത്തെ രഹസ്യങ്ങളാണ്. അവൻ്റെ കൂടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവനെന്തോ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം ഞാനും ശ്രദ്ധിച്ചു. ഒരൊറ്റ പെൺകുട്ടിയെപ്പോലും വഴിയിൽ കാണുന്നില്ല. പുരുഷന്മാരും നെറുകയിൽ സിന്ദൂരവും ചുവന്ന കുപ്പിവളകളും ഇട്ട സ്ത്രീകളുമല്ലാതെ ഇവിടെ പെൺകുട്ടികളില്ലേ? സ്ത്രീകൾ കണ്ടുമടുത്ത സാധാരണ സുന്ദരികൾ മാത്രം. പെട്ടെന്നായിരുന്നു പർവേഷിൻ്റെ ചോദ്യം. നീ ഇപ്പോൾ ഏത് പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഒന്ന് ഞെട്ടിയെങ്കിലും മുംബൈയിലെ ഒരു ചെറിയ പത്രത്തിൻ്റെ പേര് പറഞ്ഞു. വഴിയിൽ വലിയ ചാക്ക് കെട്ടുകൾ ചുമന്ന് നീങ്ങുന്ന ആളുകൾ. ഇവിടെ വിളയുന്ന ധാന്യങ്ങളും മറ്റും ഗ്രാമത്തിന് വെളിയിലെത്തിക്കാൻ പോകുന്നവരാണത്രേ. അത് ശേഖരിക്കാൻ പോലും വെളിയിൽ നിന്ന് ആളുകൾ വരാതിരിക്കാനാണ് ഈ കരുതൽ. അവൻ്റെ ഒപ്പം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ഇറങ്ങി വന്നു. സംശയക്കണ്ണോട് ആദ്യം നോക്കിയെങ്കിലും പിന്നെ നിറഞ്ഞ ആതിഥ്യ മര്യാദ കാട്ടി ആ പാവങ്ങൾ എന്നെ സൽക്കരിച്ചു. ഇടക്കകത്ത് നിന്ന് മണിക്കിളിക്കം പോലെ ചിരി കേൾക്കാം. അതാരാ? എൻ്റെ അനിയത്തിയാണ് പവൻ. തൻ്റെ പത്രബുദ്ധി പർവേഷിൻ്റെ ആ മറുപടിയിൽ ഉണർന്നു. എന്നിട്ട് അവളിതുവരെ ഞാൻ കണ്ടില്ലല്ലോ എന്ന ചോദ്യത്തിൽ അവൾ അങ്ങനെ പുറത്തു വരാറില്ലെന്ന വാക്കിൽ പർവേഷ് ഉത്തരമൊതുക്കി. രാത്രിയായി. പർവേഷിനൊപ്പം മുറ്റത്തെ കയറുകെട്ടിൽ കിടക്കുമ്പോഴും എവിടെ നിന്നോ ആ സുഗന്ധം കടന്നു വരുന്നുണ്ടായിരുന്നു. അകത്തു നിന്നും പവൻ്റെ മുത്ത് ചിതർന്ന പോലത്തെ ചിരി കേൾക്കുമ്പോഴൊക്കെ തൻ്റെ രക്തത്തിന് ചൂട് പിടിക്കുന്നത് താൻ അറിഞ്ഞു. അവളെ കാണാൻ എന്താണ് ഒരു വഴി? കേട്ടത് വെച്ചാണെങ്കിൽ അവൾ സുന്ദരിയാവും. ഇടയ്ക്കെപ്പോഴോ വാദ്യോപകരണങ്ങളുടെ ശബ്ദം കേട്ടു തുടങ്ങി. പർവേഷിനോട് ചോദിച്ചപ്പോൾ അത് അമ്പലത്തിലെ പൂജയാണെന്ന് പറഞ്ഞു. എപ്പോഴോ താൻ ഉറങ്ങിപ്പോയി. ഒരു കൊലുസിൻ്റെ ശബ്ദം കേട്ടാണ് താൻ ഉണർന്നത്. കണ്ണു തുറക്കുമ്പോൾ അകന്നു പോകുന്നൊരു പെൺകുടി, ഒരു ദേവതയെപ്പോലെ. എണീറ്റ് നോക്കുമ്പോൾ പർവേഷുമില്ല. കയ്യിൽ ക്യാമറയും എടുത്ത് താനും ഓടി അവൾക്ക് പിറകെ. ഇരുട്ടിൽ തപ്പി തടഞ്ഞു പോകുന്തോറും ഒരു കാര്യം തനിക്ക് വ്യക്തമായി. അവളിൽ നിന്നാണ് ആ സുഗന്ധം. അതുപോലെ എന്തോ ഒരു തേജസ്സുമുണ്ട് അവളിൽ. ഒരുപാട് ദൂരം പിന്നിട്ട് ചെന്ന് താൻ കണ്ട കാഴ്ച. തുറസായ ഒരു പ്രദേശത്ത് ഒരു തീകുണ്ടത്തിന് ചുറ്റും 100 കണക്കിന് പെൺകുട്ടികൾ നൃത്തം വയ്ക്കുന്നു, പാടുന്നു. ദേവനൃത്തം പോലെ. പെൺകുട്ടികളാണെങ്കിൽ അതിസുന്ദരികൾ. വെള്ളാരം കണ്ണും ഇടുങ്ങിയ അരക്കെട്ടും നിറഞ്ഞ മാറിടങ്ങളുമായി. ശില്പങ്ങളെ തോൽപ്പിക്കും സൗന്ദര്യം. അപ്പോൾ ഇവരാണ് നക്ഷത്ര താഴ്വരയിലെ നക്ഷത്രങ്ങൾ. ഇതാ ആ മഹാരഹസ്യം തൻ്റെ കൺമുമ്പിൽ. ഫോട്ടോസ് എടുക്കാൻ ക്യാമറയുമായി മുമ്പോട്ട് എണീക്കുമ്പോൾ തലയുടെ പുറകിലൊരടി.
ഒരു ഞെട്ടലിൽ ബോധം പോയി താൻ നിലംപതിച്ചു. കണ്ണു തുറക്കുമ്പോൾ ചുറ്റും ആ താഴ്വരയിലെ മുഴുവൻ പ്രജകളുമുണ്ട്. മുമ്പിൽ പർവേസ് കയ്യിലൊരു വടിയുമായി. അറിയോ ഓക്കെ? പർവേസ് ചോദിച്ചു. പേടിക്കണ്ട, ഞാൻ ആനന്ദിനടിച്ച് ചെറിയൊരു മയക്കം, അത് മാറി. ഇത് ഞാൻ എന്തിനു ചെയ്തു എന്നാവും നീ ആലോചിക്കുന്നതല്ലേ? ഇവിടെ വന്ന് ഞങ്ങളുടെ കുട്ടികളെ കണ്ട് ഈ ഗ്രാമത്തിന് വെളിയിൽ ആരും പോയിട്ടില്ല. പക്ഷേ നിന്നെ ആരൊന്നും ചെയ്യാതിരിക്കുന്നത് നീ എൻ്റെ അതിഥി ആയതുകൊണ്ട് മാത്രമാണ്. നീ ഏത് പത്രത്തിലെ റിപ്പോർട്ടറാണെന്നും എന്താണ് നിന്റെ ലക്ഷ്യമെന്നും നിന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ ഞാൻ അറിഞ്ഞു. നിനക്ക് നക്ഷത്ര താഴ്വരയുടെ രഹസ്യം വേണം അല്ലേ? ഞാൻ പറയാം. കുറേ വർഷങ്ങളായി ഇവിടെ ഒരു പെൺകുട്ടി ജനിച്ചു. അവൾ വയസ്സറിയിച്ച് കഴിയുമ്പോൾ മുതൽ അവൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കും. അവൾ വെള്ളാരം കണ്ണുകളും ഇടതൂർന്ന മുടിയും തേജസ്സുമുള്ള അപ്സരസുകളായി മാറും. കൂടെ മനമയക്കും സുഗന്ധവും. എൻ്റെ പെങ്ങൾ പവൻ ഉൾപ്പെടെ അങ്ങനെയുള്ളവരാ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയുള്ള ഒരാളോ അവരെ തൊടില്ല. അവരെ കാമത്തോടെ ഒന്ന് നോക്കുക പോലും ചെയ്യില്ല. അവർ ഏറ്റവും സുരക്ഷിതത്തോടെ ഇവിടെ ഏത് രാവിലും ഇറങ്ങി നടക്കും. പിന്നീട് വിവാഹം കഴിഞ്ഞ് അവൾ കന്യകയില്ലാതാവുന്ന നിമിഷം അവളൊരു സാധാരണ സ്ത്രീയായി മാറും. അവരുടെ വെള്ളാരം കണ്ണും സുഗന്ധവും നഷ്ടമാവും. പക്ഷേ ഒരാൾ കന്യകയില്ലാതെയാവുന്ന ആ ദിവസം തന്നെ ഈ താഴ്വരയിൽ എവിടെയോ ഒരു പെൺകുട്ടി ജനിച്ചിരിക്കും. അതിന് വിപരീതമായി സംഭവിച്ചാൽ അന്ന് ഈ നക്ഷത്ര താഴ്വര തന്നെ ഇല്ലാതെയാവും. ഒരു പെൺകുട്ടി നശിച്ചാൽ മുടിഞ്ഞു പോയി ഈ താഴ്വര. അതാണ് പുറത്തുനിന്ന് ആരും വരാതെ ആരും അറിയാതെ ഞങ്ങൾ ഈ നക്ഷത്ര താഴ്വര കാത്തു സൂക്ഷിച്ചത്. ട്രെയിൻ ചൂളം വിളിച്ച് കുതിച്ചു പാഞ്ഞു. ആനന്ദിന്റെ ചെവിയിൽ പർവേഷിന്റെ വാക്കുകളായിരുന്നു. ആനന്ദ്, നീ ഇപ്പം ഈ നാടിന്റെ രഹസ്യവുമായിട്ടാണ് പുറത്തു പോകുന്നത്. നിന്റെ ജീവനോട് അവർ വിട്ടത് എൻ്റെ അപേക്ഷ കൊണ്ട് മാത്രമാണ്. നിനക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ നീ ഈ രഹസ്യ ഈ ലോകത്ത് അറിയിക്കരുത്. അറിയാലോ, ഞങ്ങളുടെ കുട്ടികളെക്കുറിച്ച് പുറത്തുള്ള മൃഗങ്ങൾ അറിഞ്ഞാൽ അവർ കൂട്ടത്തോടെ പാഞ്ഞു വരും. പെൺകുട്ടികളെ കാമത്തോടെ മാത്രം കാണുന്ന അവർക്ക് മുമ്പിൽ ഈ സൗന്ദര്യവുമായി ഞങ്ങളുടെ കുട്ടികൾ ഞെരിഞ്ഞുടയും. അവർ ഈ താഴ്വരയിൽ എവിടെയെങ്കിലും മരണപ്പെട്ട് കിടന്ന ഈ താഴ്വര മുടിയും. ഇപ്പോൾ സ്വർഗമായ ഇവിടം മരുഭൂമിയായി മാറും. അവർ ജീവിച്ചോട്ടെ ആനന്ദ്. ആനന്ദിന്റെ കണ്ണിന് മുമ്പിൽ കൂടി അവൻ ചവിട്ടിയുടച്ച ഒരുപാട് ജീവിതങ്ങൾ കടന്നുപോയി. ഒരുപാട് പെൺകുട്ടികൾ കണ്ണീരോടെ തൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ട്. എല്ലാ പെണ്ണുങ്ങളെയും താനും ആ കണ്ണോടെ മാത്രം കണ്ടു. ഇല്ല, നക്ഷത്ര താഴ്വരയിലെ കുട്ടികളെങ്കിലും അവിടെ ഭയമറിയാതെ ജീവിക്കട്ടെ. അവരെങ്കിലും സുരക്ഷിതത്തോടെ അവരുടെ കളിച്ചിരിയുമായി ജീവിക്കട്ടെ. ഒരു തെളിവ് ഇനി തന്നിൽ നിന്ന് ആർക്കും ലഭിക്കരുത്. ഒരു വെളിവ് കേടിലും താൻ ആരോടൊന്നും പറയരുത്. ആനന്ദ് ട്രെയിനിന്റെ വാതിൽക്കിലേക്ക് നീങ്ങി. എതിരെ ഒരു ട്രെയിൻ കൈവിട്ടു. ആനന്ദ് അതിന്റെ മുമ്പിലേക്ക് മറിഞ്ഞു. അപ്പോഴും നക്ഷത്ര താഴ്വരയിലെ കുട്ടികൾ സുരക്ഷിതത്തോടെ അഗ്നിക്ക് ചുറ്റും നൃത്തം വെച്ചുകൊണ്ടിരുന്നു.